ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മൾ ഇന്ന് 4ാം ക്ലാസ്സിന്റെ തദ്രീബു തിലാവയിലെ ഒന്നാമത്തെ പാഠം. നമുക്ക് ആ പാഠഭാഗത്തിന്റെ ആദ്യത്തില് നമുക്ക് ഏതൊക്കെയാണ് സൂറത്ത്, അതിൽ എത്ര ആയത്തുകളാണ്, അത് മക്കിയായ സൂറത്താണോ മദ്നിയായ സൂറത്താണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരു ഭാഗം തന്നിട്ടുണ്ട്. പിന്നെ അത് എത്ര ക്ലാസ്സുകളിലായിട്ടാണ് എടുക്കുന്നത് എന്നൊക്കെ ഇവിടെ മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ഹിഫ്ലിന്റെ ഭാഗവും അവിടെ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. നമുക്ക് പാഠഭാഗം വരുന്നത് അഹ്കാമുൽ മീമി സാക്കിനായ മീമിന്റെ വിധികളാണ്. അപ്പൊ സാക്കിനായ മീമിന്റെ വിധി രണ്ടെണ്ണാണ് നമ്മൾ ഈ പാഠത്തില് മനസ്സിലാക്കുന്നത്. ഇദ്ഗാമും ഇഖ്ഫാഉമാണ്. എന്താണ് ഇദ്ഗാം? നമുക്ക് അവിടെ വായിച്ചാലോ. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ശബ്ദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. അടുത്തത് ഇഖ്ഫാ. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഇതിന് ഇഖ്ഫാ എന്ന് പറയുന്നു. ഹർഫുൽ ഇദ്ഗാം. ഇദ്ഗാമിന്റെ ഹർഫ് മീമാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നാൽ നമ്മുടെ ഇദ്ഗാം. ഹർഫ് ഇഖ്ഫാ, അത് സുക്കൂനുള്ള മീമിന് ശേഷം ബാ ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളാണ് നമുക്ക് താഴെ. നമുക്കിവിടെ താഴെ നോക്കൂ. അം പ്ലസ് മൻ. അം എന്ന അവസാനിക്കുന്നത് സുക്കൂനുള്ള മീമ് കൊണ്ടാണ്. അടുത്ത മൻ എന്ന് തുടങ്ങുന്നത് എന്താണ്? ഹർക്കത്തുള്ള ഒരു മീമാണ്. അപ്പൊ അത് രണ്ടും കൊണ്ട് ലയിപ്പിച്ചിട്ട് നമുക്കവിടെ അമ്മൻ, മീമ് ഷദ്ദുള്ള ഒരു മീമായി, അങ്ങനെ ഷദ്ദ് ചെയ്ത് ഉന്നത്ത് നൽകിയിട്ടാണ് നമ്മളവിടെ ഇദ്ഗാം ചെയ്യുന്നത്. അമ്മൻ, അം പ്ലസ് മൻ എന്നത് അമ്മൻ എന്നാണ് നമ്മൾ പാരായണത്തിൽ വരുന്നത്. ഇനി അടുത്തതാ ഹും. ഹും എന്ന സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത പദത്തിലെ ആദ്യം ഹർക്കത്തുള്ള ബാ വന്നു. ഹർക്കത്തുള്ള ബാ. അപ്പൊ അവിടെ നമുക്ക് ഹും ബിഹി എന്ന് അവിടെ ഇഖ്ഫാ ചെയ്യണം. അവിടെ ബായിലേക്ക് മീമിനെ അവ്യക്തമാക്കിയിട്ട് ഉന്നത്ത് ചെയ്യണം. ഇതാണ് ഇഖ്ഫാ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കാം. പിന്നെ നമുക്കവിടെ ഇദ്ഗാമും ഇഖ്ഫാവും വരുന്ന 2 പദങ്ങൾ വീതം പാഠഭാഗത്ത് നിന്ന് കണ്ടുപിടിച്ചിട്ട് എഴുതണം. എന്നിട്ട് അവിടെ പരിശീലിക്കാം. നമുക്ക് ഇപ്പോ ഇതിന്റെ കൂടെ നോക്കി ഓതാൻ വരുന്ന സൂറത്താണ് സൂറത്തുൽ ഫുഖറാവും സൂറത്തുൽ ശുഅറാവും. ആ പാഠഭാഗത്തിൽ നിങ്ങൾ നോക്കുക. നിങ്ങൾ നോക്കിയിട്ട് സുക്കൂനുള്ള മീമിന് ശേഷം മീമ്, അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ മീമ് തുടങ്ങുന്ന ഒരു പദം കൊണ്ടുള്ള ഇദ്ഗാമിന്റെ ഒരു ഉദാഹരണവും സുക്കൂനുള്ള മീമിന് ശേഷം അടുത്ത പദത്തിന്റെ ആദ്യത്തിൽ ബാ വരുന്ന ഒരു പദവും ഉദാഹരണമായിട്ട് കണ്ടെത്തിയിട്ട് നമുക്ക് അവിടെ എഴുതാം. അപ്പൊ ഞാനിവിടെ ഒരു ഉദാഹരണം പറയാം. എന്താണ്? മഅകും മുസ്തമിഊൻ എന്ന് നമുക്കവിടെ ഒരു ഉദാഹരണം. മീമിന് ശേഷം മീമ് വന്നത് ഇദ്ഗാമിന്. പിന്നെ ഇഖ്ഫായിനാണെങ്കിലോ വജാഹിദുഹും ബിഹി അങ്ങനെ മീമിന് ശേഷം ബാ വന്ന ഒരു ഉദാഹരണം. അപ്പൊ അത് രണ്ടും നമുക്കവിടെ ഉദാഹരണം മനസ്സിലാക്കാൻ നിങ്ങളെ പാഠഭാഗത്ത് നോക്കിയിട്ട് എഴുതാം. ഇനി നമുക്ക് താഴെ പദങ്ങൾ എഴുതി പരിശീലിക്കാനാണ്. അപ്പൊ അവിടെ പദങ്ങൾ എഴുതി പരിശീലിക്കുന്നതിന്റെ കൂടെ അവിടെ നമുക്ക് റെഡ് കളറിൽ വന്ന 2 അക്ഷരങ്ങളുണ്ട്. ഒമൈലിമിൻകും, അങ്ങനെ മീമിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് ഓതുന്നത് അവിടെ നമുക്ക് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ എഴുതി പരിശീലിക്കാൻ. അടുത്തതാ അലൈഹിം മിനസ്സമാഇ. അടുത്തതാ ഇൻ കുൻതും മൂഖിനീൻ. മീമിനോട് ചേർന്ന് മീമു വന്നതാണ്. അടുത്തതോ ഫഖദ് കദബൂകും ബിമാ. മീമിന് ശേഷം ബാ വന്നു. അടുത്തതോ മിൻ അർലികും ബിസിഹ്ർ. അങ്ങനെ അവിടെ മീമിന് ശേഷം ബാ വന്നതും മനസ്സിലാക്കിയിട്ട് നമുക്ക് അവിടെ പകർത്തിയിടാം. ഇനി എന്താണ് അവസാനത്തിൽ വരുന്നത്? ഖുർആനിന്ന് കണ്ടെത്താനാണ്. നമുക്കുള്ള പാഠഭാഗത്തിൽ വന്നതാണ്. അവിടെ വന്ന 4 ഖുർആനിലെ ആയത്തിന്റെ ഭാഗങ്ങൾ
അപ്പൊ അത് നിങ്ങളെ പാഠഭാഗത്തിൽ കണ്ടെത്തുക, അതാണ് അവിടെ വന്നത്. പിന്നെ അവസാനത്തിൽ നമുക്ക് ശീലിക്കാം എന്താണ്, ഖുറാനിൽ നിന്നൊരു ദുആ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അത് മനപ്പാടാക്കുക. നമുക്ക് എക്സാമിന് തജീബു തിലാവയുടെ എക്സാം, ഹിഫ്ള് ഖുർആൻ എക്സാമിന്റെ കൂടെ തന്നെയാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അവിടെ മീമിന് ശേഷം മീമു വന്നതിന്റെ ഉദാഹരണം അവിടെ എന്താണ്, ഇദ്ഗാമാണോ, മീമിന് ശേഷം എന്ത് വന്നാലാണ് ഇഖ്ഫാ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് അവിടെ അടയാളപ്പെടുത്താനും എഴുതാനൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കാം. പിന്നെ ഓതുന്ന ഭാഗത്ത് ഇതൊക്കെ വന്നാൽ നമ്മൾ അവിടെ ഇദ്ഗാം ഇഖ്ഫാ ഒക്കെ ചെയ്യുന്നുണ്ടോ എന്നത് പരിഗണിക്കും. പിന്നെ അതിന്റെ അവസാനത്തിൽ വന്ന ദുആ, അത് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ ആ ചോദ്യ പേപ്പറിൽ വരും. ബാക്കി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഈ രീതിയിലാണ് തദ്രീബു തിലാവ എക്സാം ഉണ്ടാവുക. അപ്പൊ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠവും അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.